ഇന്ന് എല്ലാവരും ആഘോഷിക്കുന്നത് മലയാളി വേരുകളുള്ള അനിൽ മേനോന്റെ ബഹിരാകാശ യാത്രയാണ്. പക്ഷേ എന്നെ കൂടുതൽ ആവേശപ്പെടുത്തുന്നത് മറ്റൊന്നാണ്. അനിൽ മേനോൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നടത്താൻ പോകുന്ന പരീക്ഷണങ്ങളാണവ. അത് മാനവരാശിയുടെ ഭാവിയെ തന്നെ ഒരുപക്ഷെ മാറ്റിമറിച്ചേക്കാം. ഈ വീഡിയോയിൽ നമുക്ക് അനിൽ മേനോന്റെ യാത്രയെക്കുറിച്ച് മാത്രമല്ല, അദ്ദേഹം പങ്കാളിയാകുന്ന ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെ പിന്നിലെ ശാസ്ത്രവും മനസ്സിലാക്കാം. എന്നാ തുടങ്ങിയാലോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ഷാബു പ്രസാദ്. ശാസ്ത്രത്തെ ലളിതമായും തെളിവുകളുടെ അടിസ്ഥാനത്തിലും അവതരിപ്പിക്കുന്ന സയൻസ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കൂ. ഉപകാരപ്രദമെന്ന് തോന്നിയാൽ സുഹൃത്തുക്കൾക്കൊപ്പം ഷെയർ ചെയ്യൂ. ഇനിയും സയൻസ് കോർണർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും അമർത്തൂ. അപ്പോൾ ഇനി നമുക്ക് വസ്തുതകളും ശാസ്ത്രവും മാത്രം സംസാരിക്കാം. അനിൽ മേനോൻ ഒരു സാധാരണ ബഹിരാകാശ സഞ്ചാരി മാത്രമല്ല. അദ്ദേഹം ഒരു എമർജൻസി മെഡിസിൻ ഡോക്ടറാണ്, ബയോമെഡിക്കൽ എഞ്ചിനീയറാണ്. കൂടാതെ നാസയിലും മുമ്പ് സ്പേസ് എക്സിലും മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങളുമായി അടുത്തു പ്രവർത്തിച്ച വ്യക്തിയാണ്. ഈ അപൂർവമായ അനുഭവ സമ്പത്താണ് അദ്ദേഹത്തെ ഈ ദൗത്യത്തിന് ഏറ്റവും അനുയോജ്യരിൽ ഒരാളാക്കുന്നത്. 8 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു സുപ്രധാന ബഹിരാകാശ ദൗത്യമാണിത്. ബഹിരാകാശ യാത്രയുടെ ആദ്യകാലത്ത് ടെസ്റ്റ് പൈലറ്റുകൾക്കായിരുന്നു മുൻഗണന ലഭിച്ചിരുന്നത്. എന്നാൽ ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ജീവശാസ്ത്രജ്ഞരും വിവിധ മേഖലകളിലെ ഗവേഷകരുമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ പരീക്ഷണങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. അനിൽ മേനോനും അത്തരത്തിലൊരു ബഹുമുഖ ശാസ്ത്രപ്രതിഭയാണ്. അദ്ദേഹം ഒരു എമർജൻസി മെഡിസിൻ ഡോക്ടറാണ്, ബയോമെഡിക്കൽ എഞ്ചിനീയറാണ്. നാസയുടെയും സ്പേസ് എക്സിൻ്റെയും മനുഷ്യ ബഹിരാകാശ പദ്ധതികളിൽ പ്രവർത്തിച്ച വിദഗ്ധനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ദൗത്യത്തിൻ്റെ ലക്ഷ്യം കേവലം ബഹിരാകാശത്ത് പോയി തിരിച്ചു വരികയല്ല, മനുഷ്യർക്ക് ദീർഘകാലം ബഹിരാകാശത്ത് ജീവിക്കാനും ഒരു നാൾ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും അതിനപ്പുറത്തേക്കും സുരക്ഷിതമായി യാത്ര ചെയ്യാനും സഹായിക്കുന്ന നിർണായക ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെ ഭാഗമാവുക എന്നതാണ് ഈ യാത്രയുടെ യഥാർത്ഥ പ്രാധാന്യം. നോക്കൂ, നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് പൂർണ്ണമായും വിധേയമായിട്ടാണ്. കോടിക്കണക്കിന് വർഷങ്ങളായുള്ള പരിണാമങ്ങളിലൂടെ ഈ ഗുരുത്വാകർഷണ സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മുടെ ശരീരം രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഗ്രാവിറ്റി നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമാണ്. മനുഷ്യന് സ്വാഭാവികമായി വലിയ വേഗത്തിൽ ഓടാനോ പക്ഷികളെപ്പോലെ പറക്കാനോ മീനുകളെപ്പോലെ വെള്ളത്തിനടിയിൽ ദീർഘനേരം ജീവിക്കാനോ ഒന്നും കഴിയില്ല. ശാരീരികമായി നമ്മൾക്ക് നിരവധി പരിമിതികളുണ്ട്. പക്ഷേ മനുഷ്യനെ മറ്റ് ജീവികളിൽ നിന്ന് വേർതിരിക്കുന്നത് അവൻ്റെ ബുദ്ധിയും ജിജ്ഞാസയുമാണ്. ചുറ്റുപാടുകളെ മനസ്സിലാക്കാനും പ്രകൃതി നിയമങ്ങളെ സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനും മനുഷ്യൻ പഠിച്ചു. ചക്രം മുതൽ റോക്കറ്റ് വരെ ആ പഠനത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ അതിജീവിച്ച് മനുഷ്യൻ ബഹിരാകാശത്തെത്തിയത്. അങ്ങനെ മനുഷ്യന് സ്വാഭാവികമായി ജീവിക്കാൻ ഒരിക്കലും കഴിയാത്ത ഒരു ചുറ്റുപാടിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ജീവിക്കാൻ കഴിഞ്ഞു എന്നതാണ് ബഹിരാകാശ ഗവേഷണത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. എന്നാൽ അതുകൊണ്ട് മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഏതാനും ദിവസങ്ങളോ മാസങ്ങളോ ബഹിരാകാശത്ത് കഴിയാൻ ഇന്ന് നമുക്ക് കഴിയുന്നുണ്ടെങ്കിലും വർഷങ്ങളോളം നീളുന്ന ദൗത്യങ്ങൾ ഇപ്പോഴും വലിയ വെല്ലുവിളിയാണ്. ചൊവ്വയിലേക്കുള്ള യാത്ര പോലുള്ള ദൗത്യങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ മനുഷ്യ ശരീരം സൂക്ഷ്മ ഗുരുത്വാകർഷണത്തോട്, അതായത് മൈക്രോ ഗ്രാവിറ്റിയോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ബഹിരാകാശത്ത് നടത്തുന്ന ഗവേഷണങ്ങൾ ബഹിരാകാശ യാത്രയ്ക്ക് മാത്രമല്ല, ഭൂമിയിലെ വൈദ്യശാസ്ത്രത്തിനും ജീവശാസ്ത്രത്തിനും പുതിയ സാങ്കേതിക വിദ്യകൾക്കും വിലമതിക്കാനാകാത്ത സംഭാവനകൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അനിൽ മേനോനെ പോലെയുള്ള ശാസ്ത്രജ്ഞരുടെ ദൗത്യങ്ങൾ മനുഷ്യരാശിയുടെ ഭാവിയുമായി നേരിട്ട് കണക്റ്റായിരിക്കുന്നത്. നോക്കൂ, ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ നിരവധി സാങ്കേതിക വിദ്യകളുടെ വളർച്ചയ്ക്ക് ബഹിരാകാശ ഗവേഷണം വലിയ പ്രചോദനമായിട്ടുണ്ട്. ബഹിരാകാശ ദൗത്യങ്ങൾക്കായി വികസിപ്പിച്ച വയർലെസ് ആശയവിനിമയ സംവിധാനങ്ങളും ഉപഗ്രഹ സാങ്കേതിക വിദ്യയും പിന്നീട് ആധുനിക ടെലികമ്മ്യൂണിക്കേഷൻ്റെ വളർച്ചയെ വേഗത്തിലാക്കി. നോക്കൂ, ഇന്ന് നമുക്ക് വെള്ളവും വായുവും പോലെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഉപഗ്രഹങ്ങൾ. കൃത്രിമോപഗ്രഹങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥയെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല.
അതുപോലെ ബഹിരാകാശ സഞ്ചാരികൾക്ക് ദീർഘകാലം പോഷക സമൃദ്ധമായ ഭക്ഷണം ലഭ്യമാക്കാനുള്ള ഗവേഷണങ്ങളിൽ നിന്നാണ് ഇന്ന് പല ബേബി ഫുഡുകളിലും ന്യൂട്രീഷൻ സപ്ലിമെൻറ്റുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന DHA, ARA പോലുള്ള പോഷക ഘടകങ്ങൾ വ്യാപകമാകാൻ തുടങ്ങിയത്. ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ആവശ്യമായ ചെറുതും വിശ്വസനീയവും ഊർജ്ജക്ഷമവുമായ ഇലക്ട്രോണിക്സ് വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇന്നത്തെ ഡിജിറ്റൽ ക്യാമറകളുടെയും സ്മാർട്ട് ഫോണുകളുടെയും അടിത്തറയായ മിനിയേച്ചറൈസ്ഡ് ഇലക്ട്രോണിക്സ് സാങ്കേതിക വിദ്യകളുടെ വളർച്ചയ്ക്കും വലിയ സംഭാവനകൾ നൽകി. അതുകൊണ്ട് തന്നെ ബഹിരാകാശ ഗവേഷണം എന്നത് ബഹിരാകാശത്തെക്കുറിച്ച് മാത്രമുള്ള ഗവേഷണമല്ല, ഭൂമിയിലെ ജീവിതം കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവും ആരോഗ്യകരവുമാക്കാനുള്ള നിക്ഷേപം കൂടിയാണത്. അനിൽ മേനോൻ ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്ന പരീക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പഠനങ്ങളാണ്. മാസങ്ങളോളം മൈക്രോഗ്രാവിറ്റിയിൽ കഴിയുമ്പോൾ രക്തചംക്രമണം, ബ്ലഡ് സർക്കുലേഷൻ എങ്ങനെ മാറുന്നു, രക്തക്കുഴലുകളുടെ ഘടനയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു, രക്തത്തിൻ്റെ തന്നെ ഘടനയിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് അദ്ദേഹവും സംഘവും ശ്രമിക്കുന്നത്. ഈ പഠനങ്ങൾ ഭാവിയിൽ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള ദീർഘകാല മനുഷ്യ ദൗത്യങ്ങൾക്ക് നിർണായകമാണ്. പറഞ്ഞല്ലോ, അനിൽ മേനോന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം കേവലം ഒരു ബഹിരാകാശ സഞ്ചാരി മാത്രമല്ല എന്നതാണ്. അദ്ദേഹം വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഒരു എമർജൻസി മെഡിസിൻ ഡോക്ടറാണ്. അതോടൊപ്പം ബയോമെഡിക്കൽ എഞ്ചിനീയറുമാണ്. മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അതിലുണ്ടാകുന്ന സൂക്ഷ്മമായ മാറ്റങ്ങളെക്കുറിച്ചും ആഴത്തിൽ മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ ഈ വൈദഗ്ധ്യം വലിയ സഹായമായിരിക്കും. അതേസമയം ഒരു മികച്ച ഡോക്ടറാകുന്നത് കൊണ്ട് മാത്രം ബഹിരാകാശത്ത് പോകാൻ കഴിയില്ല. അതിന് അസാധാരണമായ ശാരീരികക്ഷമതയും മാനസിക ധൈര്യവും മാസങ്ങളും വർഷങ്ങളും നീളുന്ന കഠിന പരിശീലനവും ആവശ്യമാണ്. ഈ രണ്ട് കാര്യങ്ങളും, അതായത് മെഡിക്കൽ വൈദഗ്ധ്യവും ബഹിരാകാശ സഞ്ചാരിയുടെ കഴിവും ഒരേ വ്യക്തിയിൽ ഒരുമിച്ച് കാണുക എന്നത് വളരെ അപൂർവമാണ്. ആ അപൂർവ സംയോജനമാണ് അനിൽ മേനോനെ ഈ ദൗത്യത്തിന് ഏറ്റവും ആപ്റ്റാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ യാത്ര ഒരു സാധാരണ ബഹിരാകാശ ദൗത്യമല്ല. ഭാവിയിൽ മനുഷ്യൻ ചന്ദ്രനിലും ചൊവ്വയിലും ദീർഘകാലം ജീവിക്കാനുള്ള ശാസ്ത്രീയ അടിത്തറ പാകുന്ന ഒരു സുപ്രധാന ദൗത്യത്തിൻ്റെ ഭാഗമാണത്. നോക്കൂ കൂട്ടുകാരെ, ഇന്നും 1 കിലോഗ്രാം ബഹിരാകാശത്തെത്തിക്കാൻ 100 കണക്കിന് മുതൽ 1000 ഡോളർ വരെ ചെലവാകും. അതുകൊണ്ട് കഴിയുന്നത്ര സാധനങ്ങൾ ബഹിരാകാശത്ത് തന്നെ നിർമ്മിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഒരു മുന്നേറ്റമായിരിക്കും. അതിനാലാണ് അനിൽ മേനോൻ പങ്കെടുക്കുന്ന പ്രധാന പരീക്ഷണങ്ങളിലൊന്ന് രോഗികൾക്ക് വെയിനിലൂടെ നൽകുന്ന IV ഫ്ലൂയിഡുകൾ, അതായത് സലൈൻ പോലുള്ള ദ്രാവകങ്ങൾ ബഹിരാകാശത്ത് തന്നെ നിർമ്മിക്കാനാകുമോ എന്നത്. ബഹിരാകാശ നിലയത്തിലെ ശുദ്ധീകരിച്ച കുടിവെള്ളം ഉപയോഗിച്ച് സുരക്ഷിതവും അണുവിമുക്തവുമായ IV ഫ്ലൂയിഡുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞാൽ ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങളിൽ ആവശ്യമായ മെഡിക്കൽ സൗകര്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്താൻ കഴിയും. ഭൂമിയിൽ നിന്ന് വലിയ അളവിൽ സലൈൻ കൊണ്ടുപോകേണ്ട ആവശ്യവും കുറയും. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും വർഷങ്ങൾ നീളുന്ന മനുഷ്യ ദൗത്യങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുമാത്രമല്ല, മൈക്രോഗ്രാവിറ്റിയിൽ നിർമ്മിക്കുന്ന IV ഫ്ലൂയിഡുകൾ ഭൂമിയിൽ നിർമ്മിക്കുന്നവയിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നതും ഈ പരീക്ഷണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. ഗുരുത്വാകർഷണത്തിൻ്റെ സ്വാധീനമില്ലാത്തതിനാൽ ദ്രാവകങ്ങൾ കലരുന്ന രീതിയും അവയിലെ സൂക്ഷ്മകണങ്ങളുടെ സ്വഭാവവും അണുവിമുക്തമായി നിർമ്മിക്കുന്ന പ്രക്രിയയും ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് ബഹിരാകാശത്ത് തന്നെ സുരക്ഷിതവും ഉയർന്ന നിലവാരമുള്ളതുമായ IV ഫ്ലൂയിഡുകൾ നിർമ്മിക്കാൻ കഴിയുമോ എന്ന് ഗവേഷകർ പരിശോധിക്കുന്നത്. ഇത് വിജയിച്ചാൽ ബഹിരാകാശ യാത്രയ്ക്ക് മാത്രമല്ല, ഭൂമിയിലെ മെഡിക്കൽ സാങ്കേതിക വിദ്യകൾക്കും പുതിയ സാധ്യതകൾ തുറന്നേക്കാം. കാരണം സൂക്ഷ്മ ഗുരുത്വാകർഷണത്തിൽ ദ്രാവകങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്ന അറിവ് ഭാവിയിൽ കൂടുതൽ മെച്ചപ്പെട്ട മരുന്നുകളും മെഡിക്കൽ ദ്രാവകങ്ങളും വികസിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് അവയവമാറ്റ ശസ്ത്രക്രിയ. ആവശ്യത്തിന് ഡോണേഴ്സ് ഇല്ല, ലഭിച്ചാലും രോഗിയുടെ ശരീരം അത് സ്വീകരിക്കണമെന്നില്ല. അതിനും പുറമെ നിയമപരവും ധാർമ്മികവുമായ നിരവധി വെല്ലുവിളികളും. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, ഒരു രോഗിയുടെ സ്വന്തം കോശങ്ങൾ ഉപയോഗിച്ച് അയാൾക്ക് തന്നെ അനുയോജ്യമായ വൃക്കയോ ഹൃദയമോ കരളോ നിർമ്മിക്കാൻ കഴിഞ്ഞാൽ അതെങ്ങനെയുണ്ടാകും?
അതാണ് 3D ബയോ പ്രിന്റിങ്ങും റീജനറേറ്റീവ് മെഡിസിനും ലക്ഷ്യമിടുന്നത്. എന്നാൽ ഭൂമിയിലെ ഗുരുത്വാകർഷണം അവിടെ ഒരു വലിയ തടസ്സമാണ്. 3D സ്ട്രക്ചറുകൾ നിർമ്മിക്കുമ്പോൾ കോശങ്ങൾ താഴേക്ക് പതിക്കുകയും അവയുടെ ക്രമീകരണം തകരുകയും ചെയ്യാം. എന്നാൽ മൈക്രോഗ്രാവിറ്റിയിൽ കോശങ്ങളെ കൂടുതൽ കൃത്യമായി 3D ഷേപ്പിൽ ആ 3D സ്ട്രക്ചറിൽ ക്രമീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ശാസ്ത്രജ്ഞർ. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 3D ബയോ പ്രിന്റിംഗ് സംബന്ധിച്ച ഗവേഷണങ്ങൾ വർഷങ്ങളായി പുരോഗമിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഈ ഓർഗൻസ് ഒക്കെ 3D പ്രിന്റ് ചെയ്തെടുക്കുക എന്നതല്ല ലക്ഷ്യം. ആദ്യം ചെറിയ ടിഷ്യൂകളും റിപ്പയർ പാച്ചുകളും വികസിപ്പിക്കുകയാണ്. ഈ ഗവേഷണങ്ങൾ വിജയിച്ചാൽ ഭാവിയിൽ അവയവക്ഷാമത്തിന് ഒരു പരിഹാരത്തിലേക്കുള്ള വലിയ ചുവടുവയ്പ്പായിരിക്കും. അനിൽ മേനോൻ ഈ പരീക്ഷണങ്ങളുടെയും ഭാഗമാവുകയാണ്. ഇനി പറയാൻ പോകുന്നത് കേട്ട് ഇപ്പോൾ ചിലർക്ക് ചിരി വന്നേക്കാം. ഒരുപക്ഷെ ഭാവിയിൽ ബഹിരാകാശത്ത് നിർമ്മിച്ചെടുത്ത വൃക്കയും കരളും ഹൃദയവുമൊക്കെ ചികിത്സയുടെ സാധാരണ ഭാഗമായി മാറിയേക്കാം. നമ്മുടെ ഈ എക്സ്റേയും ECG ഒക്കെ പോലെ ആയെന്ന് വരും. ചിരിക്കണ്ട, മൂക്കത്ത് വിരൽ വയ്ക്കുകയും വേണ്ട. ഇന്ന് നമ്മൾ സ്വാഭാവികമായി ഉപയോഗിക്കുന്ന പല സാങ്കേതിക വിദ്യകളും ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ആളുകൾ അവയെ പരിഹസിച്ച് ചിരിച്ചിരുന്നു. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോഴും പരിഹാസമുണ്ടായിരുന്നു. കമ്പ്യൂട്ടർ എല്ലാവരുടെയും വീട്ടിലെത്തുമെന്ന് പറഞ്ഞപ്പോഴും അതിശയമായി തോന്നിയിരുന്നു. ഇന്ന് അവയെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ? ബഹിരാകാശത്ത് ടിഷ്യൂകളും അവയവങ്ങളും നിർമ്മിക്കുന്ന ഗവേഷണങ്ങളും അതുപോലെ തന്നെയാണ്. ഇന്ന് അത് പരീക്ഷണശാലകളിലെ ഗവേഷണമാണ്. നാളെ അത് ആയിരക്കണക്കിന് രോഗികളുടെ ജീവൻ രക്ഷിക്കുന്ന ചികിത്സാ രീതിയായി മാറുമോ എന്നറിയാനാണ് ലോകം ഇപ്പോൾ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനിൽ മേനോനെ പോലെയുള്ള ശാസ്ത്രജ്ഞർ നടത്തുന്ന ഓരോ പരീക്ഷണവും മനുഷ്യരാശിയുടെ ഭാവിയിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ്. ഇതോടൊപ്പം മൈക്രോഗ്രാവിറ്റിയിൽ ഉയർന്ന നിലവാരമുള്ള സെമി കണ്ടക്ടർ ക്രിസ്റ്റലുകൾ നിർമ്മിക്കാനാകുമോ എന്ന ഗവേഷണങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഭൂമിയിലെ ഗുരുത്വാകർഷണം മൂലം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ബഹിരാകാശത്ത് കുറയ്ക്കാൻ കഴിയുന്നതിനാൽ കൂടുതൽ ഗുണമേന്മയുള്ള സെമി കണ്ടക്ടർ വസ്തുക്കൾ നിർമ്മിക്കാനുള്ള സാധ്യതയാണ് ഗവേഷകർ പരിശോധിക്കുന്നത്. ഈ പഠനങ്ങൾ ഭാവിയിലെ അത്യാധുനിക ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകൾക്കും വഴിയൊരുക്കും. കേവലം ഒരു ബഹിരാകാശ യാത്രയല്ല, മനുഷ്യരാശിയുടെ ഭാവിയിലേക്കുള്ള ഒരു ശാസ്ത്രീയ കുതിച്ചുചാട്ടത്തിൻ്റെ ഭാഗമാണ് ആ യാത്ര. ഇന്ന് അദ്ദേഹം നടത്തുന്ന ഓരോ പരീക്ഷണവും നാളെ ഒരു പുതിയ ചികിത്സാ രീതിയായും പുതിയ സാങ്കേതിക വിദ്യയായും ഒരുപക്ഷെ ചന്ദ്രനിലും ചൊവ്വയിലും മനുഷ്യൻ സ്ഥിരതാമസമാക്കാനുള്ള അടിത്തറയായും മാറിയേക്കാം. അതുകൊണ്ട് തന്നെ ഈ ദൗത്യത്തിൻ്റെ യഥാർത്ഥ പ്രാധാന്യം ബഹിരാകാശത്തെത്തുന്നതിലല്ല, അവിടെ നിന്ന് മനുഷ്യരാശിക്ക് തിരികെ ലഭിക്കുന്ന അറിവുകളിലാണ്. അതായത് അനിൽ മേനോൻ നടത്തുന്നത് മനുഷ്യരാശിയുടെ അടുത്ത അധ്യായം എഴുതാനുള്ള ശാസ്ത്രീയ ദൗത്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റായി അറിയിക്കൂ. അടുത്ത വീഡിയോയിൽ മറ്റൊരു കൗതുകകരമായ ശാസ്ത്ര വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ ചിന്തിക്കൂ, പഠിക്കൂ, നിരീക്ഷിക്കൂ, ശാസ്ത്രത്തെ ചേർത്ത് പിടിക്കൂ. നന്ദി, നമസ്കാരം.